ആ 6 മാസം ഇവിടെ താമസിച്ചിട്ടില്ല. 6 മാസത്തിന് ശേഷമുള്ളതാണ് വോട്ടർ പട്ടിക പേര് ചേർത്തത്. ഫൈനൽ വോട്ടർ പട്ടിക വന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ പേര് വോട്ടറായി വരുന്നത്. അതേ ഉൾപ്പെടെ 14 പേരുടെ കുടുംബാംഗങ്ങളുടെ പേര്, 11 കുടുംബാംഗങ്ങളുടെ പേര്. അപ്പോൾ ഇത് സത്യവാങ്മൂലം വ്യാജ സത്യവാങ്മൂലമായിരുന്നു. വോട്ടർ തുടർച്ചയായി 6 മാസം അതേ റെസിഡൻഷ്യൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം വോട്ട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വോട്ട് അസാധുവാണ്, വ്യാജമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം, വോട്ട് റദ്ദാക്കണം. ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു. പക്ഷെ അന്ന് ആ പരാതി വേണ്ട പോലെ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ പരിഗണിച്ചിരുന്നില്ല. ഇപ്പോൾ ഞങ്ങളത് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്കും സംസ്ഥാന ഇലക്ഷൻ ഓഫീസർക്കും ഞങ്ങൾ ഇതേ പരാതി തന്നെ നൽകുന്നുണ്ട്. ഒരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വോട്ട് ചേർത്തിയ ആളുടെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്താമംഗലം ഡിവിഷനിൽ സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ടുണ്ട്, ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അന്ന് ഇവിടെ കൊടുത്തത് വ്യാജ സത്യവാങ്മൂലം, ഇപ്പോൾ തിരുവനന്തപുരത്ത് വീണ്ടും വോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് വോട്ടർ പട്ടികയിൽ പേര് എൻട്രി ചെയ്ത ആളെ വോട്ട് അസാധാക്കുന്നതോടുകൂടി ആളുടെ പാർലമെൻറ്റ് അംഗത്വം ഇല്ലാതായി മാറും. ഈ കാര്യത്തിൽ ഞങ്ങൾ ക്രിമിനൽ കേസിന് വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അത് പോലീസ് പരിശോധിച്ച് ക്രിമിനൽ കേസ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ നിയമപരമായി ഏതറ്റം വരെയും ഈ കേസിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. മാത്രമല്ല, ഈ ഒരുപാട് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച BJP നേതാക്കളുടെ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. നേതാക്കളുടെ മാത്രമല്ല, വിവിധ മണ്ഡലങ്ങളിലുള്ളവരുടേത് അത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെതിരായൊരു നിയമ നടപടി സ്വീകരിക്കുമോ? നേരത്തെ തെരഞ്ഞെടുപ്പ് പോളിംഗിന് മുൻപ് തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകന്മാർക്ക് മുഴുവൻ അറിയാം. ഇങ്ങനെ തൃശ്ശൂർ നഗരത്തിലെ വിവിധ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലും ഗുരുവായൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള ഫ്ലാറ്റ് സമുച്ചയമുള്ള സ്ഥലങ്ങളിലും ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മറ്റ് 5 അസംബ്ലി മണ്ഡലങ്ങളിൽ വിവിധ ഇടങ്ങളിലായി വ്യാജ വോട്ടുകൾ ചേർത്തിയത്, പലരുടെയും വീടുകളിൽ ചേർത്തിയത് ഞങ്ങൾ അന്ന് രേഖാമൂലം പരാതി നൽകി ജില്ലാ കളക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് ജില്ലാ കളക്ടർ പറഞ്ഞ ഒരു മുട്ടുന്യായം, വോട്ടർ പട്ടികയിൽ പേര് വന്നു പോയി, ഞങ്ങൾ എന്ത് ചെയ്യും? കാരണം കരട് വോട്ടർ പട്ടിക വന്നാലേ പരാതി കൊടുക്കാൻ പറ്റൂ. ഫൈനൽ വോട്ടർ പട്ടിക വന്നാൽ ഫൈനൽ വോട്ടർ പട്ടിക പരാതി സ്റ്റാൻഡ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഫൈനൽ വോട്ടർ പട്ടിക വന്നപ്പോഴാണ് ഞങ്ങളെല്ലാം ഇത് കണ്ടത്. അങ്ങനെ ഞങ്ങൾ പരാതി കൊടുത്തത് വിശദമായി അന്ന് പരിശോധിച്ച്, അന്ന് ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്ന സിറ്റിംഗ് MP എന്ന നിലയിൽ ഞാൻ തന്നെ രേഖാമൂലം പരാതി കൊടുത്തു. അന്ന് പത്രസമ്മേളനം നടത്തി പോളിംഗിന് മുൻപ് ഈ വിശദാംശങ്ങളെല്ലാം പറഞ്ഞതാണ്. അത് ഞങ്ങൾ തുടരും. ഞങ്ങൾ കരട് വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരുണ്ടായിരുന്നു ഇല്ല. അവിടെയാണ് പ്രത്യേകത. കരട് വോട്ടർ പട്ടികയിൽ പേരില്ല. കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുന്നത് 6 മാസം സ്ഥിരമായി താമസിച്ചവരുടെ പേരുകൾ മാത്രമാണ്. പിന്നീട് സ്ഥിരമായി താമസിച്ച ആളുകളുടെ പേര് വിട്ടുപോയാലാണ് ഫൈനൽ വോട്ടർ പട്ടികയിൽ സപ്ലിമെന്റ് വോട്ടർ പട്ടികയ്ക്ക് ശേഷം വീണ്ടും വോട്ട് ചേർക്കാനുള്ള ഒരു സാധ്യത അന്നുണ്ടായിരുന്നു. അത് നിയമപരമായിട്ടുണ്ട്. പക്ഷേ ആർക്ക്? സ്ഥിരതാമസമുള്ളവർക്ക് 6 മാസമെങ്കിലും മിനിമം സ്ഥിരതാമസം ഒരു വീട്ടിൽ താമസിച്ചവർക്ക് മാത്രമാണ് കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷം പേര് ചേർക്കാൻ വേണ്ടി പറ്റുക. സുരേഷ് ഗോപി 6 മാസം സ്ഥിരമായി ഈ 115 നമ്പർ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർ ബൂത്തിൽ ആ വീട്ടിൽ ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടിൽ അദ്ദേഹം സ്ഥിരമായി 6 മാസം താമസിച്ചിട്ടില്ല. അതിന് മുമ്പ് അദ്ദേഹം തൃശ്ശൂർ താമസിച്ചത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. മാധ്യമപ്രവർത്തകന്മാർക്ക് മാത്രമല്ല, മുഴുവൻ ആളുകൾക്കും അറിയാം എവിടെയായിരുന്നു താമസിച്ചത്. അപ്പം വ്യാജ സത്യവാങ്മൂലം കൊടുത്തു. വളരെ ഗുരുതരമായ ഒന്നാണ്. ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരാൾ, അതിൽ മുമ്പ് രാജ്യസഭാ മെമ്പറായിരുന്ന ഒരാൾ വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് വോട്ട് ചേർത്തി ആ വോട്ട് നമ്പർ വെച്ചിട്ടാണ് പാർലമെൻറ്റിൽ മത്സരിച്ചത്. അതുകൊണ്ട് ഈ വോട്ട് അസാധാവുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം ഇല്ലാതായി മാറും. പോലീസ് വളരെ സിറ്റി പോലീസ് കമ്മീഷണർ ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ടാജറ്റിനോടും മുൻ MLA ശ്രീ അനിൽ അക്കരയും KPC സെക്രട്ടറി CC ശ്രീകുമാറും ഉൾപ്പെടെയുള്ള ഞങ്ങളോട് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടാണ്. ഇതിനകത്ത് ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ കയ്യിൽ നിന്ന് 2024 വോട്ടർ 115 നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയുടെ പകർപ്പ് മേടിക്കും. ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത പകർപ്പിൽ ഞാൻ തന്നെ അതിനകത്ത് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്.
വോട്ടർ പട്ടികയുടെ പകർപ്പ് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബൂത്തിൽ നിന്നുള്ള വോട്ടർ പട്ടികയുടെ പകർപ്പ്. അതേപോലെ തന്നെ ശാസ്തമംഗലത്തെ വോട്ടർ പട്ടികയുടെ പകർപ്പും എടുത്ത് അതും അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ്, പ്രത്യേകിച്ചും പാർലമെൻറ്റ് മെമ്പറായിരുന്ന ആൾ, നിയമസഭയിൽ 15 വർഷം അംഗമായിരുന്ന ഒരാൾ, നിയമനിർമ്മാണ സഭകളിൽ ആളെന്ന നിലയിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അതിന് കൗണ്ടർ സൈൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കേന്ദ്രമന്ത്രി തൃശ്ശൂരിൽ നിന്ന് വോട്ട് മാറ്റിയെന്നാണ് നിങ്ങളുടെ അന്വേഷണത്തിൽ? ഇപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിലെ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരുണ്ട്. ഒരു കാര്യം ചോദിക്കാം, തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിലുണ്ടോ? തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ കിടക്കുന്നു. ഒരു കാര്യം, ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ടുകൾ മാത്രമല്ല, സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപി അടക്കമുള്ള ആളുകൾക്ക് ഇരട്ട വോട്ടുകളുണ്ട്. കൊല്ലത്ത് ഇരവിപുരം പഞ്ചായത്തിൽ ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിൽ ഇരട്ട വോട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ അനുയായി ബിജു പുളിക്കക്കണ്ടത്തിന് പാലായിൽ വോട്ടുണ്ട്. അങ്ങനെ നിരവധി ക്രമക്കേടുകൾ, ഇരട്ട വോട്ടുകൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോടതിയെ കൂടി സമീപിക്കാനുള്ള തീരുമാനം? തീർച്ചയായും ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ഞങ്ങളെല്ലാവരും കൂടി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തത് ക്രിമിനൽ കേസ് എടുക്കണമെന്നാണ്. അതിനകത്ത് പോലീസ് കൃത്യമായും ആവശ്യമായ രേഖകൾ ജില്ലാ ഇലക്ഷൻ ഓഫീസറെ കളക്ടറിൽ നിന്ന് സ്വീകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന ഇലക്ഷൻ ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ വരുന്ന നടപടി നോക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് നിയമപരമായുള്ള പോരാട്ടം കൂടി നടത്തും. തൃശ്ശൂരിലെ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ. കേസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തിയത് വോട്ട് ക്രമക്കേട് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വോട്ട് മാറ്റിയത് നിയമവിരുദ്ധമാണ്. അതെല്ലാം ചൂണ്ടിക്കാണിച്ച് മുന്നേ തന്നെ പരാതി നൽകിയിരുന്നു. പക്ഷേ അന്നൊന്നും അതിൽ നടപടി ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ പോലീസിന്, സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ സംസ്ഥാന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർമാർക്കും പരാതി നൽകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.